ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് DBMS ലാംഗ്വേജസ് ആയിരുന്നു. 4 മെയിൻ കാറ്റഗറീസും നമ്മൾ പറഞ്ഞു. ദാറ്റ് ഈസ് DDL, DML, DCL ആൻഡ് TCL. ഈ 4ഉം നമ്മൾ കളക്റ്റീവ്ലി SQL, അതായത് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. ഓരോന്നിനും ഉള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള കമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഡാറ്റാബേസ് ഇൻ്റർഫേസസ് ആണ് കേട്ടോ. ഡാറ്റാബേസ് ഇൻ്റർഫേസസ് ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. ഇൻ്റർഫേസസ് ഇൻ DBMS. ഇൻ്റർഫേസസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഇൻ്റർമീഡിയേറ്റർ ആണ്, അല്ലെങ്കിൽ ഒരു മീഡിയമാണ്. ഡാറ്റാബേസിനും അതേപോലെ തന്നെ നമ്മൾ മുമ്പിലിരിക്കുന്ന ആളുകൾക്കും തമ്മിൽ ഇടയിലുള്ള ഒരു ഇൻ്റർമീഡിയേറ്റർ ആണ് ആക്ച്വലി ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒരു വെബ്സൈറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് ഇതിനെപ്പറ്റി വളരെയധികം നോളജ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല അല്ലേ. നോർമലി ഉള്ള ആളുകളൊക്കെ എന്ത് ചെയ്യാം, ഒരു പക്ഷേ നമ്മൾ ഉണ്ടാക്കിയ വെബ്സൈറ്റിനെയും അതേപോലെ തന്നെ ആപ്പിനൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം, റൈറ്റ്. സോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നമ്മളുടെ ഈ ഡാറ്റാബേസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് ത്രൂ ഇൻ്റർഫേസസ് വഴിയായിരിക്കും. ഓക്കെ, ത്രൂ ഇൻ്റർഫേസസ് വഴിയായിരിക്കും ഒരു സാധാരണ യൂസറും നമ്മളുടെ ഡാറ്റാബേസും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഏതൊരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിൽ അതിനൊരു ഡാറ്റാബേസ് ഉണ്ട്. ഏതെങ്കിലും ഒരു എന്താ പറയുക, ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ അതിനൊക്കെ എന്തുണ്ട്, കറസ്പോണ്ടിങ് ആയിട്ട് ബാക്ക് എൻഡ് ഉണ്ട്. അപ്പോൾ ഒരു ആൻഡ്രോയിഡ് നമ്മൾ കാണുന്ന ആ വ്യൂ, അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൽ നമ്മൾ കാണുന്ന വ്യൂ ആണ് ആക്ച്വലി ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻ്റർഫേസ് വളരെ നല്ല യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ ആ ഒരു വെബ്സൈറ്റ് ആണെങ്കിലും ആപ്ലിക്കേഷൻ ആണെങ്കിലും ആളുകൾ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, മാക്സിമം അത് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടായിരിക്കില്ല, ആർക്കും അത് യൂസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അതാണ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഇൻ്റർഫേസ് ആക്ട് ആസ് എ ഇന്റർമീഡിയേറ്റർ ബിറ്റ്വീൻ യൂസർ ആൻഡ് ഡാറ്റാബേസ്. ഡാറ്റാബേസിനും യൂസറിനും ഇടയിൽ ഒരു ഇന്റർമീഡിയേറ്റർ ആണ് ആക്ച്വലി ഇൻ്റർഫേസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർഫേസസ് ആണ്. ഒക്കെ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഇൻ്റർഫേസസ് ആണ്. അതിനൊക്കെ പേരുകളിട്ട് നമ്മൾ വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം പറയാനായിട്ട് പോകുന്നത് മെനു ബേസ്ഡ് ഇൻ്റർഫേസ് ആണ്. മെനു ബേസ്ഡ് ഇൻ്റർഫേസ് നമ്മൾ എപ്പോഴും കണ്ടിട്ടുള്ളതാണ് അല്ലേ. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ആപ്ലിക്കേഷന്, നിങ്ങൾ സ്കോളർഷിപ്പിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യുന്നത് മെനൂസിൽ നിന്നായിരിക്കും അല്ലേ. ആദ്യം ഇപ്പോൾ മെനൂസിൽ നിങ്ങൾ ഒരുപാട് കോഴ്സ് BCA, BCom, കോർപ്പറേഷൻ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് നിങ്ങളത് സെലക്ട് ചെയ്യുന്നു. അല്ലാതെ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നത് ഒക്കെ ഇങ്ങനെ പോപ്പപ്പ്, എന്താ പറയുക, സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന മെനൂസിൽ നിന്നാണ് അല്ലേ. അപ്പോൾ അതൊരു ഇൻ്റർഫേസ് ആണ്, മെനു ബേസ്ഡ് ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഞാൻ കേരള ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഡാറ്റാബേസിലേക്ക് പോയി, ഈ വ്യക്തി കേരളത്തിലുള്ള വ്യക്തിയാണ് വേണ്ടു. അപ്പോൾ ഇനി ഡാറ്റാബേസിൽ കേരളം മാത്രം എന്ത് ചെയ്താൽ മതി, സെർച്ച് ചെയ്താൽ മതി. ബാക്കി ഫെർദർ തമിഴ്നാട്, കർണാടക ഒന്നും സെർച്ച് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ. അപ്പോൾ നമ്മൾ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ, മെനു എന്ന് പറയുമ്പോൾ മെനു യൂസ് ചെയ്തിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. അപ്പോൾ കുറച്ചും കൂടെ അത് വളരെ സിമ്പിൾ ആണ് അല്ലേ. നമുക്ക് വളരെ സിമ്പിളാണ്. നമുക്ക് അതിൻ്റെ ഇതിലെന്താണ്, മെനു ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യമൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമുക്കത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ആക്ഷൻ ഡാറ്റാബേസിൽ നിന്ന് കിട്ടുന്നുണ്ട്. വിച്ച് മീൻസ് അത് ഇന്റേണലി എന്തൊക്കെ നടക്കുന്നുണ്ട് അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. മെനു ബേസ്ഡ് ഇൻ്റർഫേസ് വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർഫേസ് ആണ്. എല്ലാവർക്കും അറിയുന്നതാണ് മെനൂസും സബ് മെനൂസും അതിൻ്റെയും സബ് മെനൂസും കാര്യങ്ങളൊക്കെ. കാരണം നമ്മളൊരു വേർഡ് തുറക്കുകയാണെങ്കിൽ അതിലുണ്ട് ഫയൽ മെനു, എഡിറ്റ് മെനു എന്നൊക്കെ പറഞ്ഞ മെനൂസ്. നോട്ട് പാഡ് എടുക്കുകയാണെങ്കിൽ അതിലുണ്ട്. അങ്ങനെ മെനൂസ് നമുക്ക് എല്ലാവർക്കും കോമൺലി പരിചിതമായിട്ടുള്ളൊരു ടേമാണ്. അപ്പോൾ മെനു ബേസ്ഡ് ആയിട്ടൊരു ഇൻ്റർഫേസ് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, അത് കുറച്ചും കൂടെ വളരെ ഈസിയർ ആയിരിക്കും എല്ലാ യൂസേഴ്സിനും, എന്താ പറയുക, ആ ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഡാറ്റാബേസിന് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് മെനു ബേസ്ഡ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഞാനീ പറഞ്ഞില്ലേ, സ്കോളർഷിപ്പ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോഴ്സ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ് ഒക്കെ സെലക്ട് ചെയ്യുന്നത് ആക്ച്വലി മെനു ബേസ്ഡ് ആണ്. അതൊരു മെനു ബേസ്ഡിന് എക്സാമ്പിൾ ആണ്. അടുത്തത് ഫോം ബേസ്ഡ്, നമ്മളെല്ലാവരും ചെയ്യുന്ന സംഭവമാണ് ഫോം ബേസ്ഡ് ഇൻ്റർഫേസ് അല്ലേ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ സൈൻ അപ്പ് ഓപ്ഷൻ കൊടുക്കും. വരുന്നത് ഒരു ഫോം ആയിരിക്കും അല്ലേ, ഒരു ആപ്ലിക്കേഷൻ ഫോം. ഞാൻ നെയിം കൊടുക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം, ജെൻഡർ കൊടുക്കണം അല്ലേ, എനിക്കറിയുന്ന ലാംഗ്വേജസ്, അങ്ങനെ ഓപ്ഷണൽ ആയിട്ടോ മാൻഡേറ്ററി ആയിട്ടോ കൊടുക്കേണ്ട ഫീൽഡൊക്കെ ഞാൻ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താലേ എനിക്കവിടെ ഒരു കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യൂസർ ID, പാസ്വേഡ് കിട്ടുന്നുള്ളൂ ഫേസ്ബുക്കിൽ വീണ്ടും ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അതൊരു ഒരു ഫോമാണ്. അപ്പോൾ ഫോം ബേസ്ഡ് ഇൻ്റർഫേസ് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആണ്, നമ്മളെല്ലാവരും ചെയ്യുന്നതാണ് അല്ലേ. അതിപ്പോൾ ഞാൻ സൈനപ്പ് എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പം അതിൽ ഏതൊരു സൈനപ്പ് എടുക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു എന്താ പറയുക,
ഇപ്പൊ നിങ്ങൾ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നതാണെങ്കിലും അതൊക്കെ ഫോം ബേസ്ഡ് ആണ്. കുറേ സംഭവങ്ങൾ, കുറേ കൺട്രോൾസ് വരും. ലൈക്ക് എന്തൊക്കെ ടെക്സ്റ്റ് ബോക്സ്, ലാബൽ ബോക്സ്, ബട്ടണ്, റേഡിയോ ബട്ടണ്, ചെക്ക് ബോക്സ്, അങ്ങനെ കുറേ കൺട്രോൾസ് ഒക്കെ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ മാനറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളതിനാണ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഫോം ഇന്റർഫേസ് നമ്മൾ എന്താ പറയുക റെഗുലർ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. എന്തൊരു വെബ്സൈറ്റ് എടുക്കുകയാണെങ്കിലും അതിന് നമ്മൾ ഒരു ഫോം ബേസ്ഡ് ഇന്റർഫേസ് ആക്ച്വലി നമ്മൾ കാണും. നമ്മുടെ ഡാറ്റാസിനൊക്കെ അങ്ങോട്ട് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഫോം ബേസ്ഡ് ഇന്റർഫേസ് ആണ് മെയിൻ ആയിട്ട് ഡിസൈനേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. അടുത്തത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ആണ്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറയുമ്പോൾ അതിൽ ഈ രണ്ടും വരും കേട്ടോ. മെനൂസും വരും, അതേപോലെ തന്നെ ഫോംസും വരും. അങ്ങനെ എന്താ പറയുക, അല്ലെങ്കിൽ പിക്ചേഴ്സ് ആയിട്ട്. ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈക്ക് നമ്മൾ സംടൈംസ് നിങ്ങൾ ഇപ്പോൾ റിസൾട്ട് ഒക്കെ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഫസ്റ്റ് സെമ്മിന്റെ റിസൾട്ട് വന്നു, നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നോട്ടിഫിക്കേഷനിൽ പോയിട്ട് ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ചോദിക്കും. അതേപോലെ തന്നെ എന്താ പറയുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തോ മറ്റോ കാര്യങ്ങളോ രണ്ടാമത്തെ ഒരു ടെക്സ്റ്റ് ബോക്സ് ആയിട്ട് ചോദിക്കും. മൂന്നാമത്തത് പിന്നെ ബട്ടൺ ആയിരിക്കും, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. അത് കൂടാതെ അതിന്റെ താഴെ വേറൊരു ഇമേജ് പോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ റോബോട്ടാണോ നമ്മൾ മനുഷ്യന്മാരാണോ എന്ന് സിസ്റ്റത്തിന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അതിൽ ചില ലെറ്റേഴ്സ് ക്യാപിറ്റൽ, ചില ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് ആക്ച്വലി ഒരു ഇമേജ് ആണ്. ഓക്കെ, നമുക്കത് കറക്റ്റ് ഇങ്ങനെ കണ്ണുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, അത് ഒന്ന് റിഫ്രഷ് ചെയ്ത് അടുത്തൊരു ഇമേജ് വരും കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ളത്. അപ്പോൾ അത് ആക്ച്വലി ഒരു ഇമേജ് ആണ്. അതും ആക്ച്വലി നമ്മൾ ഈ ഒരു ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മീഡിയമാണ്. ഗ്രാഫിക്കൽ യൂസർ ഒരു GUI ആണ് അത്. ഓക്കെ, GUI ഇന്റർഫേസ് ആണ്. അപ്പോൾ അത് ചിലപ്പോൾ ഡയഗ്രാം ആയിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ആയിട്ടായിരിക്കാം. അതൊക്കെ ആക്ച്വലി ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് മെനൂസ് ആൻഡ് ഫോംസ്. അതാണ് GUI ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ. മെയിൻ ആയിട്ട് ഇങ്ങനെ ഒരു ഇമേജ് പോലെ കാണിക്കുക. ആ ഇമേജ് ത്രൂ ഇമേജ് നമ്മൾ എന്ത് ചെയ്യുക, ഇതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. വേറൊരു എക്സാമ്പിൾ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫേസ് റെക്കഗ്നേഷൻ നമുക്ക് പറയാൻ പറ്റും ഇല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങളിപ്പോൾ ഫോണിലൊക്കെ നിങ്ങൾ അൺലോക്ക് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾ ഫേസ് റെക്കഗ്നേഷൻ യൂസ് ചെയ്യാറുണ്ട്, തമ്പ് ഇംപ്രഷൻസ് യൂസ് ചെയ്യാറുണ്ട്. അവിടെയൊക്കെ നമ്മുടെ ഇമേജ് ആണ് പോകുന്നത്. അപ്പോൾ ഡാറ്റാബേസിൽ ഒരു പ്രാവശ്യം നമ്മളുടെ തമ്പ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, അവിടെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ എപ്പോഴൊക്കെ നമ്മൾ സ്ക്രീൻ അൺലോക്ക് ചെയ്യുമെങ്കിൽ നമ്മൾ തമ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റാബേസിൽ കൂടി ഇൻഫർമേഷൻ ഇൻഡയറക്ട്ലി പോവാണ്. ഓക്കെ, പേഴ്സന്റെ തമ്പ് ഈക്വൽ ആണെങ്കിൽ ഓക്കെ ആക്സസ് കൊടുത്തോളൂ എന്ന് പറയാം. നമ്മുടെ ആധാർ കാർഡിൽ അല്ലേ, നമ്മളിപ്പോൾ ആധാർ കാർഡ് സ്ഥലത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാസ് ഒക്കെ നമ്മൾ ഓൾറെഡി നമ്മുടെ ഡാറ്റാബേസിൽ ഉണ്ട് അല്ലേ. നമ്മുടെ ഐറിസ്, നമ്മുടെ ഇയർ, നമ്മുടെ ഫേസ്, നോസ്, ഇതിന്റെ ഒക്കെ ആംഗുലർ ഡിസ്റ്റൻസ് ഒക്കെ നമ്മുടെ ഡാറ്റാബേസിൽ വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ആധാർ കാർഡിന്റെ നമ്പർ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ആ ഡാറ്റ കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് ഓൾറെഡി അവിടെ സേവ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ഇമേജ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഇന്റർഫേസസ് ത്രൂ ഇമേജ് വഴി നമ്മൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഡാറ്റാബേസുമായിട്ട്. അങ്ങനെയാണെങ്കിൽ അത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ നമുക്ക് തമ്പ് പറയാം, ഫേസ് റെക്കഗ്നേഷൻ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞ റോബോട്ട്സ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുന്ന ആ ഒരു ഇമേജിന്റെ ആ ഭാഗം പറയാം. ഇതൊക്കെ ത്രൂ ഇമേജ് വഴി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതുമായിട്ട് ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്. നമ്മൾ അറിയുന്നില്ല, പക്ഷേ ഇന്റേണലി അങ്ങനത്തെ ഒരു കമ്പാരിസൺ ഒക്കെ നടത്തിയിട്ടാണ് നമുക്ക് ആക്സസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അടുത്തത് നാച്ചുറൽ ലാംഗ്വേജ് ഇന്റർഫേസ് ആണ്. ലൈക്ക് നമ്മളിപ്പോൾ എല്ലാവരും ചെയ്യാറില്ലേ, നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാറില്ലേ, ബ്രൗസ് ചെയ്യുന്നില്ലേ. അതായത് എന്താ പറയുക, മൈക്രോസോഫ്റ്റ് ഇപ്പോൾ ഒരു വേർഡ് ഫയൽ വേണമെന്ന് വിചാരിക്കാം, മൈക്രോസോഫ്റ്റ് ഓഫീസ് സ്യൂട്ട് വിൻഡോസ് 10 ഡൗൺലോഡ് നമ്മൾ കൊടുക്കാറില്ലേ. നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് കുറേ ഡാറ്റാസ് വരാറില്ലേ. അവിടെ എന്താണ് നമ്മൾ ടെക്സ്റ്റ്, ആ കൊടുക്കുന്ന ടെക്സ്റ്റ് വഴിയാണ് ആ ഒരു ബ്രൗസർ അതിൻ്റെ ഡാറ്റാബേസുമായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു ലിങ്ക് അതിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അതിങ്ങനെ എൻ്റർ അടിക്കുമ്പോൾ തന്നെ ആ ലിങ്കുകളൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നു. അത് നാച്ചുറൽ ലാംഗ്വേജ് ഇന്റർഫേസ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജിൽ തന്നെ നമ്മൾ ഡാറ്റാബേസുമായിട്ട് എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പക്ഷെ ഇതിനൊക്കെ ഇന്നറായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആസ് എ പേഴ്സൺ, ആസ് എ പബ്ലിക് യൂസർ നമ്മൾ അതൊന്നും അറിയുന്നില്ല. നമുക്ക് കറക്റ്റ് സമയത്ത് റിസൾട്ട് കിട്ടണു, പക്ഷെ അവിടെ ഡാറ്റാബേസിൽ പോയിട്ടാണ് ആ റിസൾട്ട് കൊണ്ടുവരുന്നത്. അതാണ് നാച്ചുറൽ ലാംഗ്വേജ് ഇന്റർഫേസ്. നമ്മൾ സാധാരണ ബ്രൗസ് ചെയ്ത് നോക്കുന്നത് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആണ് നാച്ചുറൽ ലാംഗ്വേജ് ഇന്റർഫേസിന്. അതായത് സ്പീച്ച് ഇൻപുട്ട് ഔട്ട്പുട്ട് അത് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ ഇതുപോലെ ഗൂഗിളിലൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ മടിയുള്ള സമയത്ത് നമ്മൾ സ്പീച്ച് ചെയ്ത് ചോദിക്കാറില്ലേ. സെയിം കണ്ടന്റ് തന്നെ നമ്മൾ സ്പീക്ക് ചെയ്തിട്ട് ചോദിക്കും. യൂട്യൂബിലാണെങ്കിൽ നമ്മൾ ചോദിക്കും അല്ലേ, സ്പീക്ക് നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടന്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് അവർ കാണിച്ചു തരും. അപ്പോൾ സ്പീക്ക് വഴി നമുക്ക് ഡാറ്റാബേസുമായിട്ട് എന്ത് ചെയ്യാം, ഇന്ററാക്ട് ചെയ്യാം. അതും വളരെ സിമ്പിളസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഇന്റർഫേസ് ആണ്. ദെൻ DBA നമുക്കറിയാം. DBA എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡാറ്റ കൺട്രോൾ ലാംഗ്വേജിൽ ഞാൻ പറഞ്ഞ ഗ്രാൻഡും റീവോക്കും ഉപയോഗിക്കുന്ന ഒരേ ഒരാൾ DBA ആണ്. അത് മാത്രമല്ല ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ ആണ് ഒരു ഡാറ്റാബേസിന്റെ ഓവറോൾ കൺട്രോളർ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നേ അല്ലേ. സോ ഇന്റർഫേസ് ഫോർ DBA എന്ന് പറഞ്ഞാൽ DBA മാത്രം ഉപയോഗിക്കുന്ന ചില എന്താ പറയുക ഇന്റർഫേസസ് ഉണ്ട്, അവർ മാത്രം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നത് ആ DBA ആണെങ്കിൽ അയാൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഒരു പെർട്ടിക്കുലർ ഇന്റർഫേസ്. അത് ഫോം ആവാം, അല്ലെങ്കിൽ മെനൂസ് ആവാം, വേറെ ഏതെങ്കിലും ഫോർമാറ്റ് ആയിരിക്കാം.
അത് അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന എന്താ പറയുക ഇന്റർഫേസ് ആണ്. അത് ചിലപ്പോൾ മോർ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഒരുപക്ഷെ നമ്മളൊരു പബ്ലിക് യൂസറിന് അത് കണ്ടാൽ ഒന്നും തന്നെ മനസ്സിലാവണമെന്നും പോലും ഇല്ല. നമ്മളത് കാണയില്ല, നമ്മളിൽ നിന്ന് അത് ഡിനൈ ചെയ്ത് വെക്കുകയാണ് അവർ ചെയ്യുക. അപ്പോൾ അവർ മാത്രം ഉപയോഗിക്കുന്ന ഇന്റർഫേസ് ആണ് ഇന്റർഫേസ് ഫോർ DBA എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇന്റർഫേസ് തന്നെയായിരിക്കും. അത് പ്രൈവറ്റ് ചാനൽസ് വഴിയായിരിക്കും അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കുക ഡാറ്റാബേസിലോട്ട്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ചാനൽസ് വഴിയൊന്നും നമുക്ക് അത് കിട്ടൂല. കാരണം അത് നമ്മളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അവരത് റീവോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്, നമുക്ക് അത് കാണാനൊന്നും പറ്റൂല. അപ്പോൾ DBA മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇന്റർഫേസ്, ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അവർ മാത്രം ഉപയോഗിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇന്റർഫേസസ് ഈസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഇന്റർഫേസ് ഫോർ DBA. ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അതായത് അപ്പോൾ DBA എന്തായിരിക്കും ചെയ്യുക, നമ്മുടെ ഡാറ്റാബേസിലെ ക്രെഡൻഷ്യൽസ് മാറ്റുക അല്ലെ, മെയിൻ ആയിട്ടുള്ള സെക്യൂരിറ്റി വശങ്ങളൊക്കെ ചെയ്യുന്നത് DBA ആണ്. അപ്പോൾ അത് മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി മാത്രം പ്രൈവറ്റ് ചാനൽസ് വഴി അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇന്റർഫേസ് ആയിരിക്കും ഇന്റർഫേസ് ഫോർ DBA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ 6 ഇന്റർഫേസസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. 6ഉം നമുക്ക് പരിചിതമാണ്. ഈ 6ാമത്തേതാണ് നമുക്ക് കുറച്ച് പരിചിതമല്ലാത്തത്. ബാക്കി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ. സ്പീച്ച് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിൽ ഗൂഗിളിലൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നാച്ചുറൽ ലാംഗ്വേജ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എന്തെങ്കിലും ഒരു ഡാറ്റ നമുക്ക് അറിയില്ലെങ്കിൽ വേഗം നമ്മൾ ഗൂഗിൾ ചെയ്ത് പോയി കണ്ടുപിടിക്കുന്നത് നാച്ചുറൽ ലാംഗ്വേജ് ഇന്റർഫേസ് ആണ്. ഇപ്പോൾ നമ്മുടെ കോളേജിന്റെ വെബ്സൈറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ BBA കോഴ്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ BBA എന്ന് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ആ വെബ്സൈറ്റിൽ കാണിച്ചു തരും. അത് ആക്ച്വലി നാച്ചുറൽ ലാംഗ്വേജ് ഇന്റർഫേസിന് എക്സാമ്പിൾ ആണ്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടല്ലേ ഡാറ്റാനെ ഫൈൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഞാൻ പറഞ്ഞ പോലെ ഫേസ് റെക്കഗ്നേഷൻ അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷൻ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോജി ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഫോം ബേസ്ഡ് അല്ലേ, നമ്മൾ സാധാരണ എന്താ പറയുക ബട്ടണ്, അതേപോലെ റേഡിയോ ബട്ടൺ, ചെക്ക് ബോക്സ്, ലാബൽ ബോക്സ്, ടെക്സ്റ്റ് ബോക്സ്, അങ്ങനെയുള്ള നോർമലി കൺട്രോൾസ് ഒക്കെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഷീറ്റ്, ഒരു ഫോം വഴി നമ്മൾ ഡാറ്റാബേസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫോം ബേസ്ഡ് ഇന്റർഫേസ്. മറ്റേത് മെനു ബേസ്ഡ്, മെനൂസ് ആയിട്ട്, അതായത് പോപ്പപ്പ് മെനൂസിൽ ഇങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യുകയാണ് ഡാറ്റാബേസ് എങ്കിൽ നമ്മളതിനെ ഫോം ബേസ്ഡ് ഇന്റർഫേസ് എന്ന് പറയും. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂള് ഇവിടെ കഴിയാണ്. ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ കുറേ ടോപ്പിക്കുകൾ ഡിസ്കസ് ചെയ്തു. ആക്ച്വലി ഫസ്റ്റ് മൊഡ്യൂൾ ഒരു വൈഡ് മൊഡ്യൂളാണ്, കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത് കൊണ്ട് ഞാൻ കുറച്ചായിട്ട് എടുത്തു പോയിട്ടുള്ളൂ ആക്ച്വലി. സോ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഡാറ്റാബേസ് എന്താണ്, ഡാറ്റാബേസിന്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അഡ്വാൻറ്റേജസ് ഇമ്പോർട്ടൻ്റ് ആണ്, 3 സ്കീമ ആർക്കിടെക്ചർ, ഡാറ്റ ഇൻഡിപെൻഡൻസ്, അതേപോലെ തന്നെ സ്കീമ, അത് ഫിസിക്കലും ലോജിക്കൽ സ്കീമ ഉണ്ട്, അതേപോലെ തന്നെ DBMS ലാംഗ്വേജസ്, ഡാറ്റ ഇൻഡിപെൻഡൻസ്, ദെൻ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഡാറ്റാബേസ്, DBMS ഇന്റർഫേസസ്, അതേപോലെ തന്നെ ഡാറ്റ മോഡൽസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ മോഡൽസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂള്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ എടുത്തു തന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ PDF ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ അയച്ചു തരാം. അതാകുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. വീഡിയോ തന്നെ റെഫർ ചെയ്താൽ മതി. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും പഠിക്കുന്ന പോലെ കറക്റ്റ് സിൻടാക്സ് അതുപോലെ പഠിക്കണം എന്നില്ല. ഇത് നിങ്ങൾക്ക് ഒരുപാട് എഴുതാൻ പറ്റുന്നൊരു പേപ്പറാണ്. കാരണം എക്സാമ്പിളുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾസ് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് കോളേജ് വെബ്സൈറ്റ് എടുക്കാം, നിങ്ങൾ കാണുന്ന മിന്ത്ര, സ്നാപ്ഡീൽ പോലുള്ള വെബ്സൈറ്റ് എടുക്കാം. എന്തും നിങ്ങൾക്ക് എടുത്തിട്ട് എക്സാമ്പിൾ ആക്കിയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ആ കണ്ടന്റ്, ആ ഒരു ഐഡിയ എന്താണ് എന്ന് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അല്ലാതെ നമ്മൾ ആ സെന്റൻസ് അതേപോലെ തന്നെ പഠിച്ചു വെക്കുന്ന ഒരു നിർബന്ധവും ഇല്ല. ഓക്കെ, അങ്ങനത്തെ ഒരു പേപ്പറാണ് ഇത്. നിങ്ങൾക്ക് ലാവിഷ് ആയിട്ട് എഴുതാൻ പറ്റുന്ന പേപ്പറാണ്. അപ്പോൾ ഓരോ കോൺസെപ്റ്റുകൾ എന്താണെന്ന് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അത് മതി. അപ്പം തന്നെ നമ്മൾ ഈ പേപ്പർ ജയിച്ചു. അങ്ങനെയാണ് നിങ്ങൾ ഈ പേപ്പർ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തോടുകൂടെ നമ്മുടെ ആദ്യത്തെ മൊഡ്യൂൾ, DBMSലുള്ള ആദ്യത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ട് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. താങ്ക് യു.